ഗൈസ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ സ്കേറ്റ് ബോർഡിൻ്റെ റിവ്യൂ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് ചാനൽ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് സ്കേറ്റ് ബോർഡ്. ഉണ്ടല്ലോ, ജാസ്പോ എന്ന് പറയുന്ന കമ്പനിയുടെ ഡിസ്ട്രക്ടർ എന്ന് പറഞ്ഞ മോഡലാണ്. ഇവിടെ ഡിസ്ട്രക്ടർ എന്നും ജാസ്പോ എന്നൊക്കെ എഴുതി വെച്ചിരുന്നു. ഞാൻ അത് മാർക്കർ കൊണ്ട് വായിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ നല്ല ഗ്രിപ്പ് ടൈപ്പ് പറഞ്ഞുണ്ട്. അത്യാവശ്യം 8x31 സൈസ്, ഇഞ്ചാണ്. പിന്നെ അതായത് ഇവിടെ ഒരു ഹോളുണ്ട് ഇങ്ങനെ പിടിക്കാനൊക്കെ, നല്ല കംഫർട്ടബിളാണ് അത്യാവശ്യം. പിന്നെ താഴോട്ടൊക്കെ ആണെങ്കിൽ ഇതുപോലെ അല്ലായിരുന്നു ഇവിടുത്തെ കളറൊന്നും. നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം കീറി വലിച്ചിട്ട് കളർ അടിച്ചാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് തടിയല്ല, ഫുൾ ഫൈബറാണ്. അതേപോലെ തന്നെ ട്രക്സ് ഫൈബറാണ്. വീല് പ്ലാസ്റ്റിക്കാണ്, ഒരു ഹാർഡ് ടൈപ്പ് പ്ലാസ്റ്റിക്. റബ്ബർ പോലെയൊന്നുമല്ല, സോഫ്റ്റ് അല്ല, കുറച്ച് കട്ടിയുണ്ട്. പിന്നെ ഇവിടെ ഫുള്ള് ഫൈബറാണ്, ഇതെല്ലാം ഫൈബറാണ്. പിന്നെ ഇവിടെ ഇതിൽ അത്യാവശ്യം നല്ല സ്മൂത്ത് ബെയറിങ്സ് പറഞ്ഞുണ്ട്. വേണമെങ്കിൽ ബെയറിങ്സ് ഒക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണത് നല്ലതായിരിക്കും. കുറച്ചുകൂടി നല്ല സ്മൂത്തായിട്ടുള്ളത് അപ്ഗ്രേഡ് ചെയ്യണതും, കുറച്ച് നല്ല വീൽസ് അപ്ഗ്രേഡ് ചെയ്യണതൊക്കെ നല്ലതായിരിക്കും. പിന്നെ ഇതൊക്കെ തന്നെ അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ട്. വിലയും കുറവായിരുന്നു, നല്ല ക്വാളിറ്റിയും ഉണ്ട്, നല്ല ഡ്യൂറബിളാണ്. തടി എന്ന് പറയുമ്പോൾ ഇവിടെ ഏകദേശം ഓരോ ലെയറായിട്ട് ഇങ്ങനെ ഇളകി വരാൻ തുടങ്ങും. എവിടെയെങ്കിലും കയറി ഇങ്ങനെ ഇടിക്കുക. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ അങ്ങനെ ഇളകി വരില്ല. വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ തടിയെന്ന് പറയാൻ വെള്ളത്തിൽ മുക്കാൻ പാടില്ല. പക്ഷെ ഇത് വേണമെങ്കിൽ മുക്കല്ലേ, പക്ഷെ ഇപ്പോൾ മുക്കിയാലും കുഴപ്പമില്ല. ഞാൻ മുക്കിയിട്ടുണ്ട്, കഴുകിയിട്ടൊക്കെ ഉണ്ട്, അപ്പോൾ കുഴപ്പമില്ല. പിന്നെ നല്ല അത്യാവശ്യം നല്ല ബുഷിങ്സ് പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി നല്ല റബ്ബറിൻ്റെ ബുഷിങ്സ് വാങ്ങിക്കണത് നല്ലതായിരിക്കും. ഞാൻ മാറ്റിയില്ല. ഇപ്പോൾ ഫുള്ള് ടൈറ്റാണ്, അത്യാവശ്യം നല്ല ടൈറ്റാണ്. എനിക്ക് ടൈറ്റായിട്ട് ടൈനാണ് ഇഷ്ടം, കുറച്ചുകൂടി നല്ല ബാലൻസ് കിട്ടും. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.